ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ RRB NTPC എക്സാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുക്കളുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഹാജർ അറിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് പറയുകയാണ്. ഓക്കെ ശ്രീദേവി, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ക്ലാസ്സിലേക്ക് പോകാം. എടോ, നമ്മുടെ സർക്കാർ സർവീസിലേക്ക് ഹരിശ്രീ കുറിക്കാനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫ്രീ ഓൺലൈൻ ക്ലാസ് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഒക്ടോബർ 18 വരെ നടക്കുകയാണ്. വേഗമാകട്ടെ, രജിസ്റ്റർ ചെയ്തോളൂ. അപ്പോൾ ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കാം 7845894492. അപ്പോൾ നമ്മുടെ ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത് നമ്മുടെ ടാലന്റ് അക്കാഡമിയുടെ 3 ഓഫ്ലൈൻ സെന്റേഴ്സിലാണ്. എറണാകുളം, കാട്ടാക്കട, കോഴിക്കോട്. ടാലന്റിന്റെ എറണാകുളം, കാട്ടാക്കട, കോഴിക്കോട് സെന്ററുകളിൽ ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് നടക്കുകയാണ്. പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അതേപോലെ RRBയുടെ ക്ലാസ് പുതിയ ഓഫ്ലൈൻ ബാച്ച് ഒക്ടോബർ 23-നും ഓൺലൈൻ ബാച്ച് ഒക്ടോബർ 28-നും ആരംഭിക്കുകയാണ്. സമയം പാഴാക്കാതെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സേവനവും കൂടെ നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. ആ ഒരു സേവനവും കൂടെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ KTETന്റെ പുതിയ ബാച്ചസും കാറ്റഗറി 1-നും കാറ്റഗറി 2-നുമായിട്ടുള്ള നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ കോച്ചിങ്ങും ക്ലാസ്സസും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ KTETുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കോഴ്സിൻ്റെ വിവരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ RRBയുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ. നമ്മുടെ RRB NTPCയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ബുക്ക് RRB NTPCയുടെ ബുക്ക് ഏറ്റവും മികച്ച ബുക്ക് തന്നെയാണ് നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ. നമ്മുടെ ടാലന്റ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ബുക്ക് നമുക്ക് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഇ-കൊമേഴ്സ് മാധ്യമങ്ങളിലൂടെയും വാങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് മേടിക്കാം. അപ്പോൾ RRB NTPC ബുക്സിനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. 8590575710. സോ ആൾസോ 8590575712 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമ്മുടെ ആദ്യത്തെ ചോദ്യം വായിച്ചേ ആൻസർ ചെയ്തോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ബ്ലഡ് ഹെൽപ്സ് ഇൻ സെൻസറി ഇൻപുട്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ബ്ലഡ് ഹെൽപ്സ് ഇൻ സെൻസറി ഇൻപുട്ട്. ഓക്കെ, നമുക്കിത് റൗണ്ട് ചെയ്തിടാം. ഇതിന് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ ഫ്രം ദി ലങ്സ് ടു ദി അതർ പാർട്സ് ഓഫ് ദി ബോഡി. ശരിയാണ്. ബ്ലഡ് ഓക്സിജൻ ക്യാരി ചെയ്തിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിയല്ലേ? ഓക്സിജൻ ലങ്സിൽ നിന്ന് എടുത്തേക്ക് വന്നിട്ട് നേരെ ബ്ലഡ് കൊണ്ടുവന്ന് ഹാർട്ടിലേക്ക്, ഹാർട്ടിൽ നിന്ന് എല്ലാവർക്കും പമ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് ശരിയാ. ദെൻ ബ്ലഡ് പ്രൊട്ടക്ട്സ് ദി ബോഡി ഫ്രം ഡിസീസ്. രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി. ദെൻ ബ്ലഡ് ക്യാരീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി ബോഡി സെൽസ് ടു ദി ലങ്സ്. ശരിയാ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റേതാ? സെൻസറി ഇൻപുട്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ സെൻസേഷൻസ് തരിക, അല്ലെങ്കിൽ നമ്മൾ എന്താ പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ അറിയാൻ സഹായിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, അത് ബ്ലഡ് അല്ല, അത് നെർവസ് സിസ്റ്റത്തിന്റെ ജോലിയാണ്, ന്യൂറോൺസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അതൊരിക്കലും ബ്ലഡ് അല്ല എന്നറിയാം. അപ്പോൾ A ആണ് തെറ്റായത്. നമ്മളോട് ചോദിച്ചത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റേത് എന്നാണ് ചോദ്യം. തെറ്റേത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പറയാം, ബ്ലഡ് സെൻസറി ഇൻപുട്ട് കൊടുക്കുന്ന ഓപ്ഷൻ A ആണ് തെറ്റ്. നമുക്ക് ബ്ലഡിന്റെ ജോലി പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് പറയുമ്പോൾ ഒന്നാമത്തെ ജോലി, ബ്ലഡിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് respiratory gases. Blood first function nu parayunnathu conduction of respiratory gases like oxygen and carbon dioxide. So blood carries the respiratory gases oxygen and carbon dioxide. It carries oxygen from the lungs to heart and then into various parts of the body. And it carries carbon dioxide from various parts of the body to the lungs and expelled out through the lungs. അപ്പോൾ നമ്മുടെ വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതായത് ഓക്സിജൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ശ്വസനവാതകങ്ങൾ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ കണ്ടക്ഷന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണത്? ബ്ലഡ് ആണ്. അപ്പോൾ ബ്ലഡിന് ഒരു പ്രധാനപ്പെട്ട ജോലി അത് തന്നെയാണ് ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ ഡിയിലും പറഞ്ഞിരിക്കുക. ഓക്സിജൻ കൊണ്ടുപോകുന്നത് ഓപ്ഷൻ എയിലും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുവരുന്നത് ഓപ്ഷൻ ഡിയിലും പറഞ്ഞിരിക്കുന്നു. അത് രണ്ടും ശരിയാണ്. ബ്ലഡിന്റെ മറ്റൊരു ജോലിയാണ് ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്യുക. ക്യാരീസ് ന്യൂട്രിയൻസ് ഓർ കണ്ടക്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങൾ എത്തിക്കുക. മറ്റൊരു ജോലി എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിനെ കളക്ട് ചെയ്തിട്ട് വൃക്കയിലേക്ക് എത്തിക്കുക.
നമ്മുടെ ആദ്യം ലിവറിലേക്ക് കൊണ്ടുപോവുക, ദെൻ ഇൻ ടു കിഡ്നി. ഈ ഒരു കാര്യവും ആര് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് റോൾ ഈസ് ഇമ്മ്യൂണിറ്റി. ബ്ലഡ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ത്രൂ WBC ഓർ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. നമ്മുടെ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ സഹായത്തോടു കൂടെ ബ്ലഡ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്. ഇവയാണ് ബ്ലഡിന്റെ പ്രധാനപ്പെട്ട ജോലി. ദെൻ ബ്ലഡ് ഉണ്ടാവുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ബോൺ മാരോയിൽ നിന്ന്. ബ്ലഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബോൺ മാരോ ആൻഡ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് ഫ്രം ബോൺ മാരോ ഈസ് കോൾഡ് ആസ് ഹീമോപോയിസിസ്. ബോൺ മാരോയിൽ നിന്ന് ബ്ലഡ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹീമോപോയിസിസ്. ആ ഒരു പോയിന്റും ഓർമ്മിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവായിട്ട് ഇരുന്നേ. കമൻറ്റ് ബോക്സിൽ ആക്റ്റീവായിട്ട് ഇരുന്ന് എനിക്ക് കമൻറ്റ് കാണാൻ പറ്റാത്തതാണോ? ഓക്കെ. നൗ നെക്സ്റ്റ് ചോദ്യം. Blood has a fluid matrix called dash in which RBCs, WBCs and platelets are suspended. See, blood has a fluid matrix. So the question is fluid part of the blood. ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട്, ബ്ലഡിലെ ദ്രാവക ഭാഗം ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. പ്ലാസ്മ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ലിംഫ്, സലൈവ. ഇതിൽ ഏതാണ് ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് എന്നാണ് ചോദ്യം. പ്ലാസ്മ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ലിംഫ്, സലൈവ. ഇതിൽ ഏതാണ് ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട്? പറഞ്ഞോളൂ. ഇതിൽ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു ആൻസർ ആണല്ലോ. ഓക്കെ, അല്ല എല്ലാവരും എന്താ ആൻസർ ചെയ്യുന്നുണ്ട്? ഓക്കെ, അപ്പോൾ ഏതാണ്? പ്ലാസ്മയാണ് ഉത്തരം. ഓക്കെ, പ്ലാസ്മയാണ്. ഓക്കെ, എല്ലാവരുടെ ആൻസർ കാണുന്നുണ്ട്. ശ്രീദേവി, അഞ്ജിത, രതീഷ്. ഓക്കെ, ദെൻ ഏതാ നമ്മുടെ ഉത്തരം? ആണ് പ്ലാസ്മയാണ്. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസ്മയാണ്. സോ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പ്രസന്റ് ഇൻ ബ്രെയിൻ ആണ്. പ്രസന്റ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വരിക. ലിംഫ് എന്ന് പറയുന്നത് വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദി capillaries. When blood flows through the capillaries-ലുള്ള മൈന്യൂട്ട് പോർസിലൂടെ പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആൻഡ് ദീസ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ ദ ലിംഫ് വെസൽസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എസ് ലിംഫ്. അതായത് ബ്ലഡ് ഇങ്ങനെ കാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ കാപ്പിലറീസിന്റെ സൈഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ദിസ് ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് ഫ്ലോസ് ത്രൂ ദ ലിംഫ് വെസൽസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എസ് ലിംഫ്. ആൻഡ് ലേറ്റർ ഓൺ ഈ ലിംഫ് എവിടെ തന്നെ കണക്ട് ചെയ്യും? ബ്ലഡിലേക്ക് തന്നെ പോകും. ഓൾസോ സലൈവ നമ്മുടെ വാക്കത്തുള്ള സെക്രീഷൻ. അപ്പോൾ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മെട്രിക്സ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ആൻഡ് നോക്കിയുള്ളൂ, നിങ്ങൾ ആ ഒരു കമ്പോണൻറ്റ് നോക്കുക. ബ്ലഡിൻ്റെ 55% പ്ലാസ്മയും 45% ഫോംഡ് എലമെൻസാണ്. ബ്ലഡിലെ ഫോംഡ് എലമെൻസ് ആയിട്ടുള്ള ആരൊക്കെയാ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നിങ്ങനെയുള്ളവരാണ് ബാക്കിയുള്ള 45%. ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. ആൻഡ് ഇൻസൈഡ് ദ പ്ലാസ്മ, നമുക്ക് പ്ലാസ്മയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവം, അല്ലെങ്കിൽ പ്ലാസ്മയുടെ കമ്പോണൻസ് ആരൊക്കെയും നോക്കാം. ഓക്കെ, എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് പ്ലാസ്മയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, പ്ലാസ്മയുടെ 92% വാട്ടറാണ്. പ്ലാസ്മയുടെ 92% വാട്ടർ. ദെൻ 7 to 8% plasma proteins, 1 to 2% other factors. The other factors may be proteins or other nutrients, or it may be fat, or it may be hormones or ions and etc. ഇതാണ് ഈ other particles എന്ന് പറയാം. Then the 7 to 8% of plasma is plasma proteins, and plasma proteins are of 3 types: albumin, globulin, fibrinogen. So plasma proteins are of 3 types. ഏതൊക്കെയാ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീൻസ് 3 ടൈപ്പ് ആണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് അല്ലേ? നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ലൈക്ക് ഇറ്റ്സ് അപ് ടു ഒക്ടോബർ 14 ഒക്ടോബർ 12 നോക്കിയിട്ട് പറയാം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഞാനൊന്ന് ജസ്റ്റ് മെസ്സപ്പ് ആയിപ്പോയി, കാര്യം രണ്ടിൻ്റെയും ഡേറ്റിൽ വ്യത്യാസമുണ്ട്. ഞാനത് പറയാം. നമ്മുടെ തന്നെ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഡേറ്റ് ചോദിക്കുന്ന ആൾക്കാർ ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഡേറ്റ് പറയാം, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയാം കേട്ടോ.
20 അല്ലേ? ഓക്കെ, 20-ാം തീയതി കേട്ടോ, 20-ാം തീയതി. ഒന്ന് 20-ഉം പിന്നെ ഒന്ന് ഏതാ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലാണ് 20, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഡേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. സി നെക്സ്റ്റ് ചോദ്യം ആൻസർ ചെയ്തേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം? താഴെ പറയുന്നതിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? ആൻസർ ചെയ്തോളൂ. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ രക്തപര്യന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥേൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏത് ആൻസർ വരുന്നത്? ലാർജ് ഇൻഡസ്ട്രീൻ ആണ് അല്ലേ? ലാർജ് ഇൻഡസ്ട്രീൻ ആണ്. കാര്യം എന്താ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല, നമ്മുടെ ബ്ലഡിന് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അലീന ഓക്കെ ആൻസർ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, രതീഷ് സി ഓക്കെ, ഹരികൃഷ്ണ സി പറയുന്നുണ്ട്, ശ്രീദേവി സി പറയുന്നു. ഓക്കെ, അപ്പോൾ ഏതാ ഉത്തരം വരുന്നത്? ഉത്തരം ലാർജ് ഇൻഡസ്ട്രീനാണ്. കാര്യം ലാർജ് ഇൻഡസ്ട്രീൻ ആണ് ഏതിൻ്റെ പാർട്ടായിട്ട് വരാത്തത്? നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരാത്തത്. ബാക്കിയുള്ളതൊക്കെ എന്തിൻ്റെ പാർട്ട് തന്നെയാണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട് തന്നെയാണ്. ലാർജ് ഇൻഡസ്ട്രീൻ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. കാര്യം അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ നോക്കാം നമുക്ക്. ഹാർട്ട് ഈസ് ദ പമ്പിംഗ് ഓർഗൻ വിച്ച് പമ്പ്സ് ദി ബ്ലഡ്, ആൻഡ് ദെൻ blood vessels and blood vessels include arteries and veins and then blood. So the circulatory system includes heart, blood vessels and blood. Heart is the pumping organ which pumps the blood, and blood flows through blood vessels. Blood vessels are of arteries, veins, and another kind of blood vessels is called capillaries. Arteries ഉണ്ട്, veins ഉണ്ട്, capillaries ഉണ്ട്. ഇതിൽ arteries carries blood from the heart. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ്. സോ ആർട്ടറീസ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട്. നമ്മുടെ ശ്രീദേവി പറഞ്ഞ പോലെ ആൻറ്റിജൻ ആൻറ്റിബോഡി പറയാം. അപ്പോൾ നമ്മുടെ വില്യം ബ്ലഡ് സർക്കുലേഷൻ പറയുന്നത് ആരാ? വില്യം ഹാർവേ ആണ്, ഓർത്തിരിക്കുക. ദെൻ ബ്ലഡ് വെസൽസ് വെയിൻസ് ആണെങ്കിൽ വെയിൻസ് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. വെയിൻസ് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. കാപ്പിലറീസ് ക്യാരി ബ്ലഡ് ടു ദ ടിഷ്യൂസ്. കാപ്പിലറീസ് ക്യാരി ബ്ലഡ് ടു ദ ടിഷ്യൂസ്. ഇപ്പോൾ ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ കലകളിലേക്ക് രക്തം എത്തിക്കുക, അല്ലെങ്കിൽ കോശ കേന്ദ്രങ്ങളിലേക്ക് ടിഷ്യൂ സൈറ്റിലേക്ക് എത്തിക്കുക, കാപ്പിലറീസ്, മലയാളം ലോമിക. വെയിൻസ് ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോവുക, സിരകൾ. ദെൻ ആർട്ടറീസ്, ധമനികൾ, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോവുക. നമ്മുടെ ചോദ്യം ഇതിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഭാഗമല്ലാത്തത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഭാഗമല്ലാത്തത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. ലാർജ് ഇൻഡസ്റ്റൈൻ ആണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തത്. ഇനി നമുക്ക് ബ്ലഡിലെ ആൻറ്റിജനും ആൻറ്റിബോഡിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോയാലേ അത് ക്ലിയർ ആവുള്ളൂ. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രക്തം മറ്റൊരാളിലേക്ക് ചെന്ന് പ്രവേശിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ നിന്ന് അയാളിൽ പ്രവർത്തിക്കുന്ന സാധനം ആൻറ്റിജൻ. നമ്മുടെ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ നിന്ന് അയാളിലേക്ക് പ്രവർത്തിക്കുന്നത് ആൻറ്റിജൻ. ഇനി തിരിച്ചും പറയാം, മറ്റൊരാളിൽ നിന്ന് നമ്മളുടെ ബ്ലഡ് വാങ്ങും, നമ്മൾ മറ്റൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്ത് അയാളുടെ ബ്ലഡിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് വരുന്ന ആൾ ആൻറ്റിജൻ. ഇനി റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡിയിൽ ഉണ്ടാവുന്ന രാസവസ്തുവാണ് ആൻറ്റിബോഡി. റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്നത് ആൻറ്റിബോഡി. ഇനി ഒരു രക്തഗ്രൂപ്പിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആവാൻ പാടില്ല. ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആയി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കും. ആ പ്രോസസ്സിനെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആയി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കും. രക്തം കട്ട പിടിക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ. സോ ആൾവേസ് ആൻറ്റിജനും ആൻറ്റിബോഡിയും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആവില്ല. ഇനി നമുക്ക് നോക്കാം. 4 ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ, ആൻറ്റിബോഡി.
ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻ, ആൻറ്റിബോഡി. ഒരു ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുന്നത് തന്നെ അതിൽ ഏത് ആൻറ്റിജനാണ് അടങ്ങിയിരിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ്. നോക്കാം നമുക്ക്. ആദ്യം എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റിജൻ എ ആയിരിക്കും. ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആവാൻ പാടില്ല, അതുകൊണ്ട് ആൻറ്റിബോഡി സ്മോൾ ലെറ്റർ ബി. അടുത്ത് ബി ഗ്രൂപ്പ്. ആൻറ്റിജൻ ബി ആയിരിക്കും, അതുകൊണ്ട് ആൻറ്റിബോഡി സ്മോൾ ലെറ്റർ എ. അടുത്ത് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പിൽ രണ്ട് ആൻറ്റിജനും ഉണ്ട്, എ കോമ ബി. രണ്ട് ആൻറ്റിജനും ഉള്ളത് കൊണ്ട് എ ബി ഗ്രൂപ്പിൽ ആൻറ്റിബോഡി കാണില്ല, കാരണം രണ്ടുപേരും ഉണ്ടല്ലോ, അപ്പോൾ ആൻറ്റിബോഡി ഇല്ല, നിൽ, NIL, നിൽ. ഇനി ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിൽ ആൻറ്റിജനുകൾ ഇല്ല, ആൻറ്റിജനുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഒ ഗ്രൂപ്പിൽ ആൻറ്റിബോഡികൾ എയും ഉണ്ട്, കാര്യം റിയാക്ട് ചെയ്യാനും ഇല്ലല്ലോ. ആൻറ്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു എണ്ണം, ആൻറ്റിജനും ആൻറ്റിബോഡിയും ഏതാ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ എ ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി ബിയും ആയിരിക്കും. ബി ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി എയും ആയിരിക്കും. എ ബി ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ടായിരിക്കും, ആൻറ്റിബോഡി ഉണ്ടായിരിക്കില്ല. ഒ ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കില്ല, ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയും കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മനസ്സിലാക്കുക. എയും ബിയും എ ബിയും ഒയും, ഇങ്ങനെയാണ് 4 തരം ഗ്രൂപ്പ് വരാം. ഇനി നോക്കിക്കോളൂ, എപ്പോഴും റിയാക്ഷൻ സംഭവിക്കുന്നത് ആൻറ്റിജനും കൊടുക്കുന്ന ആളിൻ്റെ ആൻറ്റിജനും വാങ്ങുന്ന ആളുടെ ആൻറ്റിബോഡിയും തമ്മിലാണ്. അപ്പോൾ റിയാക്ഷൻ എപ്പോഴും സംഭവിക്കുക കൊടുക്കുന്ന ആളുടെ ആൻറ്റിജനും വാങ്ങുന്നയാളുടെ ആൻറ്റിബോഡിയും. അങ്ങനെയെങ്കിൽ നമുക്ക് എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. എ ഗ്രൂപ്പിലുള്ളത് ആൻറ്റിജൻ എ ആണ്. അപ്പോൾ ആൻറ്റിബോഡി എ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എ ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാം. അതായത് കാര്യം മനസ്സിലാക്കുക, എ ഗ്രൂപ്പിലുള്ളത് ആൻറ്റിജൻ എ ആണ്. അപ്പോൾ ചെല്ലുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ആൻറ്റിജൻ എ ആണ്. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡി സെയിം ആവാൻ പാടില്ല. അപ്പോൾ ആൻറ്റിബോഡി എ ഇല്ലാത്ത ആൾക്കാർക്ക് എ ഗ്രൂപ്പിന് ദാനം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ബിയിൽ ഇതിപ്പോൾ എ ഗ്രൂപ്പുകാർക്ക് തന്നെ സ്വയം കൊടുക്കാം. ഓക്കെ, അപ് ടു എ ഗ്രൂപ്പുകാർക്ക് തന്നെ സ്വയം കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത് ബിക്ക് കൊടുക്കാൻ പറ്റില്ല, കാര്യം അവിടെ ആൻറ്റിബോഡി എ ഉണ്ട്. എ ബിക്ക് കൊടുക്കാൻ പറ്റുമോ? എ ബിക്ക് കൊടുക്കാം, കാര്യം എ ബിയിൽ ആൻറ്റിബോഡി ഇല്ലല്ലോ. അപ്പോൾ എ ഗ്രൂപ്പുകാർക്ക് ആർക്കെ കൊടുക്കാൻ പറ്റും? എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. ഓയിൽ കൊടുക്കാൻ പറ്റില്ല, കാര്യം അവിടെ ആൻറ്റിബോഡി എ ഉണ്ട്. ദെൻ ബി ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ബി ഗ്രൂപ്പുകാർക്ക് രക്തം കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് ബിക്ക് തന്നെ കൊടുക്കാം, കാര്യം അവിടെ ആൻറ്റിബോഡി ബി ഇല്ല. 2 ആൻറ്റിബോഡികളില്ലാത്ത എ ബിക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം. ഇനി എ ബിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ട്. അതുകൊണ്ട് ആൻറ്റിബോഡികൾ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതാരേ ഉള്ളൂ? എ ബി. അപ്പോൾ എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി ഒ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ല, അതായത് ആരും റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഒ ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർക്ക് വേണോ കൊടുക്കാം. എ ബിക്ക് കൊടുക്കാം, ബിക്ക് രക്തം കൊടുക്കാം, അതുപോലെ എക്ക് രക്തം കൊടുക്കാം, ഒക്ക് തന്നെ രക്തം കൊടുക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാൻ പറ്റുന്നവൻ ഒ ഗ്രൂപ്പ്. ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാൻ പറ്റുന്നവൻ ഒ ഗ്രൂപ്പ്. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പ്. ആരിൽ നിന്ന് വേണോ രക്തം സ്വീകരിച്ചവൻ എ ബി, കാരണം അവൻ ആൻറ്റിബോഡി ഇല്ല, അവൻ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്, സാർവത്രിക സ്വീകർത്താവ്. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി ഗ്രൂപ്പ്. ഇപ്പോൾ യൂണിവേഴ്സൽ ഡോണർ ഒ ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി ഗ്രൂപ്പുമാണ്. യൂണിവേഴ്സൽ ഡോണർ എ ഗ്രൂപ്പും യൂണിവേഴ്സൽ ഡോണർ ഒ ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി ഗ്രൂപ്പുമാണ്. ഒന്ന് നോക്കി മനസ്സിലാക്കിയേ മക്കളെ ആ ഒരു സംഭവം കൂടെ. ഓക്കെ ഫൈൻ. അടുത്ത ചോദ്യം ഇപ്പോൾ വരും, ആൻസർ ചെയ്തോളൂ.
ആൻസർ ചെയ്യൂ. Which are the two main organisms in human body where the magnetic field produced is significant? അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന ഓർഗൻസ് ഏതാണെന്ന് കോമൺ സെൻസ് വെച്ച് ഇതിന് ആൻസർ കിട്ടും. ഓക്കെ, രതീഷ് പറഞ്ഞു ഡി ആന്ന് പറഞ്ഞു. ഉത്തരം ശരിയാട്ടോ, ഡി ആണ്. ഇവിടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കടാ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം വരുന്നതും എവിടെയാണ്? ഹാർട്ടും ബ്രെയിനുമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ECGയും EEGയും ഒക്കെ എടുക്കാൻ പറ്റുന്നത്. ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പോൾ അവിടെ ഒരു തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തരം വരുന്നത് ഹാർട്ടും ബ്രെയിനും ആണെന്ന് മനസ്സിലാക്കുക. ഹാർട്ടും ബ്രെയിനുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഉത്തരം വരുന്ന ഏതാണ്? ഹാർട്ടും ബ്രെയിനുമാണ്. ശ്രദ്ധിച്ചോണം, ഹാർട്ടും ബ്രെയിനുമാണ്. വിച്ച് ആർ ദ ടു മെയിൻ ഓർഗൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഉത്തരം വരുന്നത് ഹാർട്ട് ആൻഡ് ബ്രെയിൻ ആണ് കേട്ടോ. ഉത്തരം വരുന്നത് ഹാർട്ട് ആൻഡ് ബ്രെയിൻ ആണ്. ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. വിച്ച് പാർട്ട് ഓഫ് എ മെയിൽ ഹ്യൂമൻസ് ബോഡി ഈസ് കോൾഡ് എസ് ദി ആഡംസ് ആപ്പിൾ? കിടിലൻ ചോദ്യമാണ്. ഉത്തരം പറഞ്ഞു ലങ്സ്, പലേറ്റ്, ലാറിങ്സ്, ടങ്. ഈ ഒരു ചോദ്യം ഇവിടെ വന്നത് നന്നായി. കാര്യം നമ്മുടെ കേരള PSC ആണെങ്കിൽ ഇവിടെ ഇതല്ലായിരുന്നു ഓപ്ഷൻ, വേറൊരു ഓപ്ഷൻ വന്നതിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് വന്നേനെ. കേരള PSCയുടെ കൺസെപ്റ്റ് അനുസരിച്ച് തൈറോയിഡ് ഗ്ലാൻഡിനെ ആഡംസ് ആപ്പിൾ എന്ന് പറയാറുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാറില്ല. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് എ മെയിൽ ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് എസ് ദി ആഡംസ് ആപ്പിൾ? ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന മെയിൽ ഹ്യൂമൻ ബോഡിയുടെ പാർട്ട് ഏതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പൊങ്ങി ഉയർന്ന് നിൽക്കുന്നത് ഈ ഒരു ഭാഗമില്ലേ, കഴുത്തിലാണ്. കഴുത്തിലെ ഈ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഇപ്പോൾ എന്താ? അതിനെ പറയുന്ന പേരാണ് ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സ്. ഈ ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം എന്ത് ഈ പുരുഷന്മാരിൽ കുറച്ച് ഫ്രണ്ടിലേക്കൊന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. ആ ഒരു സംഭവത്തെ പറയുന്നതാണ് ആഡംസ് ആപ്പിൾ. ഓക്കെ, ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സ്. കാര്യം ശബ്ദം, നമുക്ക് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാ ഇതിനകത്തുകൂടെ വായു കയറി ഒരു പ്രത്യേക രീതിയിലൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശബ്ദം, പല രീതിയിലുള്ള ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇവിടെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ശ്വാസനാളത്തിന് അല്ലെങ്കിൽ ട്രക്കിയുടെ സ്റ്റാർട്ടിംഗ് ആണ് ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സ്. അപ്പോൾ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയുടെ സ്റ്റാർട്ടിംഗ് ആണ് ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സ്. അപ്പോൾ ഞാൻ ശരിക്കും ജസ്റ്റ് ഒന്ന് ഈ ശ്വാസം പോകുന്ന പാത്ത് വേ ഒന്ന് എഴുതാം, ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം നോസ്ട്രിൽസ്, then into nasal cavity. Okay, then നമ്മുടെ ഫാരിങ്സ് ഉണ്ട്, വോയിസ് ബോക്സ് ആണ് ഫാരിങ്സ്. ദെൻ ട്രക്കിയ, അതിൽ ട്രക്കിയയുടെ തുടക്കമാണ് ലാറിങ്സ്, ശ്വാസനാളം. ദെൻ ബ്രോങ്കസ്, പ്ലൂറലാകുമ്പോൾ ബ്രോങ്കൈ, രണ്ടെണ്ണം ഉണ്ടല്ലോ. ദെൻ ഇൻ ടു ബ്രോങ്കിയോൾസ്, ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചാണ് ബ്രോങ്കിയോൾസ്. ദെൻ ഇൻ ടു ആൽവിയോളൈ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത് നോസ്ട്രിൽസ്, നെയ്സൽ ക്യാവിറ്റി, ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ജംഗ്ഷനാണ്, കഴുത്തിൽ വരുന്നൊരു മസ്കുലാർ ജംഗ്ഷനാണ് ഫാരിങ്സ്. ഫാരിങ്സ് ഈസ് എ മസ്കുലാർ ജംഗ്ഷൻ വെയർ നെയ്സൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി, വാക്കത്തുനിന്ന് ഫുഡും കൊണ്ട് വരുന്നതാണ്, ബക്കൽ ക്യാവിറ്റി ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ് മീറ്റ്സ്. നെയ്സൽ ക്യാവിറ്റിയും ബക്കൽ ക്യാവിറ്റിയും യൂസ്റ്റേഷ്യൻ ട്യൂബും മീറ്റ് ചെയ്യുന്ന കഴുത്തിലെ മസ്കുലാർ പോർഷനാണ് ഫാരിങ്സ്, ഗ്രസനി എന്ന് പറയും മലയാളത്തിൽ. ഈ ഫാരിങ്സ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന റീജിയൻ, ഫാരിങ്സ് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നത് ട്രക്കിയ, ഓപ്പണിങ്. ഈ ട്രക്കിയയുടെ തുടക്കത്തിൽ കാണുന്ന ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ലാറിങ്സ് അല്ലെങ്കിൽ ഓയിസ് ബോക്സ് എന്ന് പറയും, ഓയിസ് ബോക്സ്, സ്വനപേടകം. ഈ ഒരു സംഭവത്തെ പുരുഷന്മാരിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്കൊന്ന് തള്ളിയിരിക്കുന്ന രീതിയിലേക്ക് കാണും. പ്രൊട്രൂഡ് ചെയ്ത് ഇങ്ങനെ വെളിയിലേക്ക് വരുന്നല്ല, ആ ഒരു രീതിയിൽ കാണും. ഇതിന് പറയുന്ന പേരാണ് ലാറിങ്സ്.
ഓർമ്മിച്ചിരിക്കുക. അതുകൊണ്ട് അതിനെ ആഡംസ് ആപ്പിൾ എന്ന് വിളിക്കുക. ആഡംസ് ആപ്പിൾ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കാര്യം നോക്കിയടാ. നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ ഈ ഇവിടെ ഭാഗത്ത് വെച്ചിട്ട് നെയ്സൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവും. നെയ്സൽ ക്യാവിറ്റിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ നെയ്സൽ ക്യാവിറ്റിയിലേക്ക് ഒന്ന് കാണുന്നൊരു അടപ്പാണ് വ്യൂള. വ്യൂള കേട്ടോ, വ്യൂള. ഇപ്പോൾ നെയ്സൽ ക്യാവിറ്റിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ നെയ്സൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് വ്യൂള. അതേപോലെ ട്രക്കിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ ട്രക്കിയുടെ ഒരു അടപ്പുണ്ടാവും അല്ലെങ്കിൽ ഒരു ലിഡ് ഉണ്ടാവും. ആ ഒരു സാധനമാണ് എപ്പിഗ്ലോട്ടിസ്. ട്രക്കിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ ട്രക്കീനെ ക്ലോസ് ചെയ്യുന്ന ഒരു ലിഡ് ഉണ്ട്, അതാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. വ്യൂളയും എപ്പിഗ്ലോട്ടിസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ട്രക്കീനെ ക്ലോസ് ചെയ്യുന്നത് അത് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ ട്രക്കേനെ ക്ലോസ് ചെയ്യുന്നത് എപ്പിഗ്ലോട്ടിസും, അതേപോലെ ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതെ നെയ്സൽ ക്യാവിറ്റീനെ ബാക്കകത്തുനിന്ന് ക്ലോസ് ചെയ്യുന്നത് വ്യൂളയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യൂള നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ വ്യൂള ഓപ്പൺ ആവും. വ്യൂള ഓപ്പൺ ആകുമ്പോൾ മൂക്കിലൂടെ വെള്ളമോ ഫുഡ് പാർട്ടിക്കിൾസ് മൂക്കിനകത്ത് കയറി പോലെ ആ ഒരു സംഭവമാണ്. അതേപോലെ നമുക്ക് ഹിക്കപ്സ് ഉണ്ടാവും. ഹിക്കപ്സ് എക്കിൾ എന്ന് പറയും. ഹിക്കപ്സ് ഉണ്ടാവുന്നത് ഈ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആയിട്ട് അതിനകത്തേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് പോകുമ്പോൾ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള റിഫ്ലക്സ് ആണ് ഈ പറഞ്ഞ ഹിക്കപ്സ് അല്ലെങ്കിൽ എക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഓപ്പൺ ആവുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. എപ്പിഗ്ലോട്ടിസും അതേപോലെ തന്നെ വ്യൂളയും കേട്ടോ. ഓക്കെ, ഇനി ഇത് ഓക്കെ, എപ്പിഗ്ലോട്ടിസ് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നോക്കി ഈ പലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഫുഡ് വിഴുങ്ങാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് പലേറ്റ്. ലങ്സ് നമുക്കറിയാം, ടങ് ഓൾസോ. നെക്സ്റ്റ് ചോദ്യം. ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ മക്കളെ. എല്ലാവരും ആൻസർ ഉണ്ടല്ലോ. അനറോബിക് ആണ്. When the respiration take place even in the absence of oxygen. Respiration take place in the absence of oxygen is called anaerobic respiration. Respiration take place oxygen illade in the absence of oxygen. അങ്ങനെ നടക്കുന്ന റെസ്പിറേഷൻ പറയുന്നത് അനൈറോബിക് റെസ്പിറേഷൻ എന്നാണ്. അനൈറോബിക് റെസ്പിറേഷൻ ഈസ് ഓഫ് 2 ടൈപ്പ്. അതിലൊന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഒന്ന് ലാക്റ്റിക് acid fermentation. Some bacteria exhibit lactic acid fermentation. They convert pyruvic acid into lactic acid in the absence of oxygen and release energy. This process is called as lactic acid fermentation. And in yeast cells, they convert pyruvic acid into alcohol plus carbon dioxide to release energy. This process is called alcoholic fermentation. Alcoholic fermentation. Curding of milk, പാല് പൊളിച്ച് തൈരാവുക എന്ന പ്രോസസ്സ് is part of lactic acid fermentation. And this alcoholic fermentation have very much economical importance and it is used in the bakeries and breweries, like baking industry and brewing industry. Preparation of cakes, preparation of like fermentation process. അതിനൊക്കെ യൂസ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. മദ്യ നിർമ്മാണം, കേക്ക് നിർമ്മാണം, അതിനൊക്കെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. ആ ഒരു കാര്യം ആലോചിക്കുക. മാവ് പുളിപ്പിക്കുക, ആ ഒരു പ്രക്രിയ. ഓക്കെ, ഓക്സിജന്റെ ആബ്സെൻസ്. ഇനി ഓക്സിജന്റെ പ്രസൻസിൽ നടന്നാൽ അതിന് പറയുന്നതാണ് എയ്റോബിക് റെസ്പിറേഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂട്രീഷന്റെ കറക്റ്റ് സ്റ്റെപ്പ് ഏതെന്നാണ് ചോദ്യം. ന്യൂട്രീഷന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതെന്നാണ്. ഇഞ്ചക്ഷൻ, അബ്സോർപ്ഷൻ, ഇജക്ഷൻ, ഡൈജഷൻ ആണോ? ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇജക്ഷൻ ആണോ? ഇഞ്ചക്ഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ ആണോ? അബ്സോർപ്ഷൻ, ഇജക്ഷൻ, ഡൈജഷൻ, ഇഞ്ചക്ഷൻ ആണോ? സി ബി ആണ് ഉത്തരം. ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇജക്ഷൻ. ഇതിനകത്ത് ഒരാളില്ല.
ആലോചിക്കുക. ഇൻജഷൻ എന്ന് വെച്ചാൽ ഇൻജഷൻ ഇൻ ടേക്കിംഗ് ഓഫ് ഫുഡ്, ഫുഡ് കഴിക്കുക. ഡൈജഷൻ converting the food particles into small absorbable form, converting the complex organic food materials into simple absorbable form, it is digestion. So what is digestion? Conversion of complex organic food materials into simple absorbable form is called digestion. കഴിച്ച ആഹാരം ദഹിച്ച് ചെറു ഘടകങ്ങളായി മാറുക. Then absorption of digested food materials, ദഹിച്ച ആഹാര പദാർത്ഥങ്ങളെ ആഗിരണം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. ദെൻ ഇജഷൻ, വേസ്റ്റ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് കളയുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇജഷൻ. ഇതിനിടയിൽ ഒരു പരിപാടി ഉണ്ട്, അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിലൂടെ കഴിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടിയ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് നമ്മുടെ ബോഡി പാർട്സ് നിർമ്മിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് അസിമിലേഷൻ. അപ്പോൾ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇതിനിടയിൽ അസിമിലേഷൻ കൂടെ വരുമെന്ന് ആലോചിച്ച് കൊള്ളുക. എന്നാലും ഇത് തന്നെയാണ് ശരി. ഓക്കെ, ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ബി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീതു, രതീഷ്, അലീന, ശ്രീദേവി ഒക്കെ ബി കമൻറ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, which one of the following is a biological catalyst? കമൻറ്റ് ചെയ്തേ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈംസ് ആണ് അല്ലേ ഉത്തരം? എൻസൈംസ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന എക്സ്റ്റേണൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. ഓക്കെ, സിംന, അഞ്ജിത്ത്, രതീഷ്, നീതു, ശ്രീദേവി ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. എൻസൈമാണ് ഉത്തരം കേട്ടോ. കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ എൻസൈംസ് ആണ്. എൻസൈംസ് ആർ ദി ബയോളജിക്കൽ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ ബയോകെമിക്കൽ റിയാക്ഷൻ. Biochemical reaction means all the chemical reaction taking place inside a living organism is called a biochemical reaction. And in every biochemical reaction, some enzymes are there to increase the rate of that reaction. So the enzymes, maybe enzymes എന്ത് ചെയ്യാം, ചില റിയാക്ഷൻസിൻ്റെ റേറ്റ് കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഒന്നുകിൽ റിയാക്ഷൻ റേറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും, സ്പീഡ് ആൾട്ടർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ മനസ്സിലാക്കുക. സോ എൻസൈംസ് എന്ന് പറയുന്ന ആൾക്കാർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് വിച്ച് ഇൻക്രീസ് ഓർ എൻഹാൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ taking place inside a living organism. So enzymes are called as biological catalyst. ഉത്തരം എൻസൈംസ് ആണ്. ഓക്കെ, എൻസൈംസ് ആണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. എൻസൈംസ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ്, which one of the following is not a part of the alimentary canal of the human body? കമൻറ്റ് ചെയ്യണോ? ഫാരിങ്സ് ആണ് അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഫാരിങ്സ് പറഞ്ഞു അല്ലേ? ഫാരിങ്സ് അല്ലല്ലോ. നിങ്ങൾ ഇതിനാണോ സി കമൻറ്റ് ചെയ്യുന്നത്? ഒന്നുകൂടി നോക്കടാ, ഫാരിങ്സ് എങ്ങനെ വരും? അലിമെൻ്ററി കനാലിൽ ഫാരിങ്സ് വരുമോ ഇല്ലയോ? ആലോചിച്ച് നോക്കി. ഫാരിങ്സ് കോമൺ പോയിന്റ് അല്ലേ? ബി ട്രക്ക് ചെയ്യണം ഉത്തരം കേട്ടോ. ബി ട്രക്ക് ചെയ്യാണ്. ഫാരിങ്സ് അവിടെ വരുമല്ലോ. കാര്യം ഫാരിങ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റ് അല്ലേ മക്കളെ? പിന്നെ എങ്ങനെ ഫാരിങ്സ് വരാതിരിക്കും? ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അലിമെൻ്ററി കനാലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബക്കൽ ക്യാവിറ്റിയും നെയ്സൽ ക്യാവിറ്റിയും അതുപോലെ യൂസ്റ്റേഷ്യൻ ട്യൂബും മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് ഓഫ് ഫാരിങ്സ്. ഫാരിങ്സ് ഈസ് കോമൺ ഫോർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. രണ്ടുപേർക്കും കോമൺ ആണ് ഫാരിങ്സ് കേട്ടോ, ഒരു കോമൺ പോയിന്റ് ഓഫ് ഫാരിങ്സ്. So pharynx is common, but trachea is only in the respiratory tract. Now alimentary canal, digestive tract അല്ലെങ്കിൽ alimentary canal. Alimentary canal. Okay, no? It starts from the mouth. Then buccal cavity, pharynx, esophagus, stomach,
small intestine, large intestine, anus. See, ഇതാണ് നമ്മുടെ alimentary canal. എന്താ പറഞ്ഞേ? Mouth, buccal cavity, pharynx, esophagus, stomach, small intestine, large intestine, small intestine, large intestine, large intestine, anus. അപ്പോൾ ഇത്രയും ചേർന്നെയാണ് എന്ത് നമ്മളുടെ alimentary canal. ഇനി നമുക്ക് സ്റ്റൊമക്കിൻ്റെ പാർട്ടുകൾ പഠിക്കണം. സ്റ്റൊമക്കിന് 4 ഭാഗങ്ങളുണ്ട്. കാർഡിയാക്, ഫണ്ടിക്, ബോഡി, പൈലോറിക്. സ്റ്റൊമക്കിൻ്റെ 4 ഭാഗങ്ങൾ കാർഡിയാക്ക്, ഫണ്ടിക്, കാർഡിയാക്ക്, ഫണ്ടിക്, ബോഡി, പൈലോറിക്. ദെൻ ഇൻറ്റസ്റ്റൈന് 3 ഭാഗങ്ങളുണ്ട്. ഡിയോഡനം, ജെജുനം, ഇലിയം. ഓക്കെ, ഇൻറ്റസ്റ്റൈന് 3 ഭാഗങ്ങളാണ്. ഏത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിന് 3 ഭാഗങ്ങളാണ്. ഡിയോഡനം, ജെജുനം, ഇലിയം. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനും 3 ഭാഗങ്ങളാണ്. സീക്കം, കോളൻ, റെക്റ്റം. സീക്കം, കോളൻ, റെക്റ്റം. ഓക്കെ, സീക്കം, കോളൻ, റെക്റ്റം ഇവയാണ് ആരുടെ ഭാഗങ്ങൾ? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗം. ഞാൻ മൊത്തം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊന്നുകൂടെ പറഞ്ഞുതരാം. നോക്കൂ, മൗത്ത്, alimentary canal പറയാ. മൗത്ത്, ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്കിന് 4 ഭാഗങ്ങൾ. കാർഡിയാക്ക്, ഫണ്ടിക്, ബോഡി, പൈലോറിക് 4 ഭാഗം. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 4 ഭാഗം, 3 ഭാഗം. ഡിയോഡനം, ജെജുനം, ഇലിയം. ദെൻ ഇൻറ്റു ലാർജ് ഇൻറ്റസ്റ്റൈൻ 3 ഭാഗം. ഏതാ? സീക്കം, കോളൻ, റെക്റ്റം. ദെൻ ലാസ്റ്റ് ആനൽ ഓപ്പണിംഗ്. സോ ബോത്ത് സൈഡ്സ് ഓഫ് ദി alimentary canals are opened, mouth and anus. മൗത്ത് ടു ആനൽ ഓപ്പണിംഗ് വരെ നീണ്ടുപോകുന്നൊരു ട്യൂബാണ് alimentary canal. ഓക്കെ, ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഇൻ ഹ്യൂമൻ ബീയിങ്സ്, excretory product in the form of soluble nitrogen compounds are removed by the dash in the kidney. ഈസി ചോദ്യമാണ്. ഓക്കേടാ, ഓക്കെ ശ്രീദേവി, ഓക്കെ നീ ഇത് ഓക്കെ ആൻസർ കമൻറ്റ്. In human beings, excretory products in the form of soluble nitrogen compounds are removed by the dash in the kidney. In human beings, excretory product in the form of soluble nitrogen compounds are removed by dash in the kidney. A, nucleus, B, nutrition, C, nephrons, D, mitochondria. C ചോദ്യമാണ്. നെഫ്രോൺസ് ആണ് കേട്ടോ. നെഫ്രോൺസ് റിമൂവഡ് ബൈ നെഫ്രോൺസ്. നെഫ്രോൺസ് ആർ ദി ലിറ്റിൽ അല്ലെങ്കിൽ ചെറിയ അരിപ്പകൾ പോലെ കാണുന്ന ഭാഗം നെഫ്രോൺസ് ആണ്. റിമൂവഡ് ബൈ ദി നെഫ്രോൺസ്. കിഡ്നിയിലല്ലേ, കിഡ്നിയിൽ നിന്ന് വേസ്റ്റ് അരിച്ചു മാറ്റുന്ന ആരാ? കിഡ്നിയുടെ ഫംഗ്ഷണൽ യൂണിറ്റ് ആയ നെഫ്രോൺസ് ആണ്. ഓക്കെ, രതീഷ്, സുതിൻ, നീതു ഒക്കെ സി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇൻ ദി ഫോം ഓഫ് സോളിബിൾ നൈട്രജൻ കോമ്പൗണ്ട്സ് റിമൂവഡ് ബൈ ഡാഷ് ഇൻ ദി കിഡ്നി. നെഫ്രോൺസ് ആണ് റിമൂവഡ് ബൈ നെഫ്രോൺസ് ഇൻ ദി കിഡ്നി. നെക്സ്റ്റ്, which of the following organ secretes bile juice? ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ നോക്കിയേ. ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ ഈസിയാണ്. ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ആരാ? ലിവർ ആണോ, ഹാർട്ട് ആണോ, കിഡ്നി ആണോ, ബ്രെയിൻ ആണോ? ഓക്കെ, ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഓർഗനാണ്? ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത് ലിവർ ആണ്. ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്. ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത് ലിവർ ആണ്. ബൈലിൻ്റെ കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ബൈലിൻ്റെ കമ്പോണൻസ് ലൈക്ക് ബൈൽ സാൾട്ട്, പിഗ്മെൻറ്റ്സ്. ബൈൽ സാൾട്ട്, പിഗ്മെൻറ്റ്സ്. പിഗ്മെൻറ്റ്സ് ആയിട്ട് കാണുന്നത് ബിലിറൂബിൻ ആൻഡ് ബിലിവെരിഡിൻ. പിഗ്മെൻറ്റ്സ് ബിലിറൂബിൻ ആൻഡ് ബിലിവെരിഡിൻ. ആൻഡ് ദെൻ ഫോസ്ഫോലിപ്പിഡ്സ്. ബൈൽ സാൾട്ട്സ്, പിഗ്മെൻറ്റ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്. ഇത്രയുമാണ് ഇവിടെ കാണുക നമ്മുടെ ബൈലിൽ കാണുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ.
ആൻസർ ഇടാം. Which one of the following carries blood from the heart to the kidney? Which one of the following carries blood from the heart to the kidney? ഇപ്പോൾ ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ ആണോ, കൊറോണറി ആർട്ടറി ആണോ, റീനൽ ആർട്ടറി ആണോ, വീന കേവ ആണോ എന്നാണ് ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട് ടു ദ കിഡ്നി? അതിൻ്റെ ഉത്തരം വരുന്നത് ഏതാ? നമ്മുടെ റീനൽ ആർട്ടറി ആണ് കേട്ടോ. ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറി ആണ്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? റീനൽ വെയിൻ ആലോചിക്കും, ബട്ട് ഇറ്റ്സ് റീനൽ ആർട്ടറി. വൃക്ക ധമനിയാണ്, റീനൽ ആർട്ടറി സി ആണ്. ഇതൊറ്റ കാര്യം ആലോചിച്ചില്ല. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ലേ പറയാം. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി എൻ ആർട്ടറി. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകണം എല്ലാം എന്താ? ആർട്ടറീസ് ആണ്. സോ അവിടെ ഉത്തരം വരുന്നത് എന്താണ്? അത് ആർട്ടറിയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടാലൻറ്റ് അക്കാഡമിയുടെ എന്താ പറയുക, 1 fee for all കേരള PSC എക്സാം വിത്ത് ലൈഫ് ടൈം വാലിഡിറ്റി, ഈ ഒരു കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ഇതിപ്പോൾ അടുത്ത ഡിഗ്രി ലെവലായിരുന്നാലും 10th ആയിരുന്നാലും 12th ആയിരുന്നാലും നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഒരൊറ്റ ഫീസിൽ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേ നമ്പർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 7845894492 എന്ന നമ്പറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് പറഞ്ഞു. ബയോളജി ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ചില പ്രശ്നം ചില കുട്ടികൾക്ക് വരും. അതൊക്കെ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരേക്കും എല്ലാവർക്കും നന്ദി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ.